പശ്ചിമേഷ്യൻ സംഘർഷവേളയിലും ഇന്ത്യയെ നയിക്കാൻ മുന്നിട്ടിറങ്ങി ഇറാൻ. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ ഇന്ത്യൻ LPG കപ്പൽ സുരക്ഷിതമായി കടലിടുക്ക് കടന്നത് ഇറാൻ നാവികസേനയുടെ നേരിട്ടുള്ള സഹായത്തോടെയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിന്റെ ഫലമാണെന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ഇടപെടലുകളെ തുടർന്നാണ് മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ കപ്പലിന് സഞ്ചരിക്കാൻ ഇറാൻ അനുമതി നൽകിയത്. കപ്പൽ യാത്രയിലുടനീളം ഇറാൻ നാവികസേനയുമായി റേഡിയോ ബന്ധം പുലർത്തിയിരുന്നു. കപ്പലിന്റെ പതാക, പുറപ്പെട്ട സ്ഥലം, ലക്ഷ്യസ്ഥാനം, ജീവനക്കാരുടെ ദേശീയത തുടങ്ങിയ വിവരങ്ങൾ ഇറാൻ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതായി ഇന്ത്യൻ കപ്പലിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കപ്പലിലെ ജീവനക്കാരെല്ലാം ഇന്ത്യക്കാരായിരുന്നു. ഇറാൻ നിലവിൽ നടപ്പിലാക്കുന്ന നിയന്ത്രിത പാതയിലൂടെയാണ് കപ്പലിനെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചത്. ഇറാനിയൻ സമുദ്രാതിർത്തിക്കുള്ളിൽ വെച്ച് കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് തിരഞ്ഞെടുത്ത കപ്പലുകളെ കടത്തിവിടുന്നതെന്നാണ് വിവരം. ഫെബ്രുവരിയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള നിരവധി ആക്രമണങ്ങളാണ് ഈ മേഖലയിൽ നടന്നത്. സമുദ്രത്തിൽ കുഴിബോംബുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളും ഇൻഷുറൻസ് തുകയിലുണ്ടായ വൻ വർധനവും കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിരുന്നു. 10 ദിവസത്തോളം പേർഷ്യൻ കടലിൽ നങ്കൂരമിട്ട ഇന്ത്യൻ കപ്പലിന് മാർച്ച് 13-നാണ് യാത്ര തുടരാൻ അനുമതി ലഭിച്ചത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ലൈഫ് റാഫ്റ്റുകൾ തയ്യാറാക്കിയും സിഗ്നൽ സംവിധാനം ഓഫ് ചെയ്തും GPS തടസ്സങ്ങളെ അതിജീവിച്ചുമാണ് കപ്പൽ ഈ അപകടകരമായ പാത പിന്നിട്ടത്. ഇറാനിയൻ ദ്വീപുകളായ ലാറക്കിനും ക്വഷ്മേനും ഇടയിലുള്ള ഇടുങ്ങിയ പാതയിലൂടെ ഇറാൻ തീരത്തോട് ചേർന്ന് അതീവ ജാഗ്രതയോടെയാണ് കപ്പൽ നീങ്ങിയത്. ഒമാൻ ഉൾക്കടലിൽ എത്തിയപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ കപ്പലിനെ സ്വീകരിക്കുകയും അവിടെ നിന്നും അകമ്പടി സേവിക്കുകയും ചെയ്തു. തുടർന്ന് കപ്പൽ ഇന്ത്യയിലേക്കുള്ള യാത്ര സുരക്ഷിതമായി തുടർന്നു. നിലവിൽ 22ഓളം ഇന്ത്യൻ കപ്പലുകൾ ഈ മേഖലയിലെ വിവിധ ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യൻ പതാകയുള്ള ഗ്യാസ് കാരിയറുകളുടെ സുരക്ഷിതമായ യാത്ര ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ പ്രതിഫലനമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും എല്ലാ കപ്പലുകൾക്കുമായി ഒരു പൊതു കരാർ നിലവിലില്ലെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ വിതരണ പാതകൾ സുരക്ഷിതമാക്കുന്നതിനായി ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ കേന്ദ്ര സർക്കാർ സജീവമായി തുടരുകയാണ്. തടസ്സപ്പെട്ടു കിടക്കുന്ന മറ്റ് ഇന്ത്യൻ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 5-1 കടന്നുപോകുന്ന അതീവ പ്രാധാന്യമുള്ള പാതയാണ് ഹോർമുസ് കടലിടുക്ക്. യുദ്ധം തുടങ്ങിയതിനു ശേഷം കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ നിരവധി നാവികർ കൊല്ലപ്പെട്ടത് മേഖലയിൽ വലിയ ഭീതി സൃഷ്ടിച്ചിരുന്നു. എന്നിരുന്നാലും കപ്പൽ പാതകളിൽ ഇറാൻ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായി കാണപ്പെടുന്നതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് വരും ആഴ്ചകളിൽ ആഗോള ഊർജ്ജ വിപണികളെയും സമുദ്ര സുരക്ഷയെയും വക്കിലെത്തിക്കുമെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.